ഐഫോൺ ഗഡു അടയ്ക്കുന്നതിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഒരു കുടുംബത്തിലെ 3 പേരുടെ ദാരുണ മരണത്തിന് കാരണമെന്ന പ്രചരണം തള്ളി പോലീസും ബന്ധുക്കളും. മഹാരാഷ്ട്രയിലെ ഛത്രപതി സംഭാജി നഗറിലെ ഗൗഡ മലനിരകളിൽ നിന്ന് താഴേക്ക് വീണ് ദമ്പതികളും മകനും മരിച്ച ദാരുണ സംഭവത്തിൽ വലിയ ദുരൂഹതയും വ്യാജ പ്രചരണങ്ങളുമാണ് നടക്കുന്നത്. 18കാരനായ കുനാൽ ചാന്ദ് ഖുഡെ വാങ്ങിയ ഐഫോണിന്റെ EMI അടയ്ക്കാൻ പണം ചോദിച്ചതിനെ ചൊല്ലി മാതാപിതാക്കളുമായി തർക്കമുണ്ടായെന്നും തുടർന്ന് മലമുകളിൽ കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കുകയായിരുന്നു എന്നാണ് തുടക്കത്തിൽ വാർത്തകൾ വന്നത്. മകനെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടെ പിതാവ് മുരളീധർ ചാന്ദ് ഖുഡെയും പിന്നാലെ ഒരു ആഘാതത്തിൽ മാതാവ് സംഗീതയും കുന്നിൻ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയായിരുന്നു എന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഐഫോൺ EMI തർക്കമെന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ വസ്തുതയാണെന്ന് സംഗീതയുടെ സഹോദരി പല്ലവി പാട്ടീൽ വ്യക്തമാക്കി. കുടുംബത്തിന് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും കുനാലിന് ഇതിനകം തന്നെ 2 ഐഫോണുകൾ ഉണ്ടായിരുന്നുവെന്നും ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നു. 9 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് കോച്ചിങ്ങിന് അയച്ചിരുന്ന പഠിക്കാൻ മിടുക്കനായ മകനായിരുന്നു കുനാൽ. സംഭവ ദിവസം കുനാൽ മലമുകളിൽ നിൽക്കുമ്പോൾ നിനക്ക് പുതിയ ഐഫോൺ 15 Pro വാങ്ങിത്തരാം, താഴേക്ക് ഇറങ്ങി വാ എന്ന് നാട്ടുകാരും മുൻ സർപഞ്ചും വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. ഇതിൽ നിന്നാണ് ഐഫോൺ തർക്കമാണ് മരണകാരണമെന്ന രീതിയിൽ തെറ്റായ വിവരങ്ങൾ സോഷ്യൽ മീഡിയയിലും പ്രാദേശിക മാധ്യമങ്ങളിലും പ്രചരിച്ചത്. ഐഫോൺ തന്നെയാണ് മരണത്തിന് കാരണമെന്ന് പറയാനാകില്ലെന്ന് DCP രത്നാകർ നാവ്ലെയും വ്യക്തമാക്കിയിരുന്നു. പോലീസ് അന്വേഷണത്തിൽ കുടുംബത്തിനുള്ളിലെ മറ്റ് പല പ്രശ്നങ്ങളും പുറത്തു വരുന്നുണ്ട്. 6 വർഷം മുൻപ് കുനാലിന്റെ മൂത്ത സഹോദരൻ ബോധ് രോഗബാധിതനായി മരണപ്പെട്ടിരുന്നു. ഡ്രൈവറായ മുരളീധറും ഭാര്യ സംഗീതയും തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് വേർപിരിഞ്ഞാണ് താമസിച്ചിരുന്നത്. 3 മാസത്തെ ഇടവേളയ്ക്ക് ശേഷം സംഭവം നടക്കുന്നതിന് തൊട്ടു മുൻപാണ് മുരളീധർ വീട്ടിലെത്തിയത്. സംഗീത യൂട്യൂബിൽ സജീവമായിരുന്നു. തങ്ങളുടെ കുടുംബത്തിലെ വസ്തു തർക്കങ്ങളെക്കുറിച്ചും ബന്ധങ്ങളിലെ വിള്ളലുകളെക്കുറിച്ചും സംസാരിക്കുന്ന വീഡിയോകൾ സംഗീത മുൻപ് പങ്കുവച്ചിരുന്നു. ഇതും കുനാൽ 1 വർഷം മുൻപും ഇതേ മലനിരകളിൽ വെച്ച് ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നതായും പോലീസ് ഗൗരവത്തോടെ അന്വേഷിക്കുന്നുണ്ട്. വ്യാജ പ്രചരണങ്ങൾ നിർത്തിവെക്കണമെന്നും ഒരേ സമയം കുടുംബത്തിലെ 3 പേരെ നഷ്ടപ്പെട്ട ആഘാതത്തിലാണ് തങ്ങളെന്നും കുനാലിന്റെ ബന്ധുക്കൾ മാധ്യമങ്ങളോട് അഭ്യർത്ഥിച്ചു. എന്തായാലും താമ്പരം വാളൂജ് പോലീസ് കേസെടുത്ത് അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഈ ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നത്. കുനാലും പിതാവും താഴേക്ക് ചാടുകയായിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് അമ്മയായ സംഗീതയും താഴേക്ക് ചാടിയത്. ഒരു കുടുംബത്തിലെ 3 പേരും മലമുകളിൽ നിന്ന് താഴെ വീണ് ഒരേ സമയം മരണപ്പെടുകയായിരുന്നു.